ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ വെട്ടിച്ചിറ ടോൾ പാസിൻ്റെ അവിടുന്ന് അപ്പോൾ ഇന്നലെ ബ്ലോക്കിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ഭാഗമാണ്. വെട്ടിച്ചിറന്ന് നമ്മളെ വളാഞ്ചേരി ഭാഗത്ത് പോകുന്ന സ്ഥലം. ഇവിടെ കണ്ട പോലെ ഹമ്പ് യൂസ് ചെയ്തിട്ടില്ല, ഒറ്റൊന്നുമില്ല. അത് കാരണം ഈ സൈഡ് ഒരു ബ്ലോക്കോ പ്രശ്നങ്ങളൊന്നുമില്ല, ഫുൾ ടൈം കാലിയായിട്ട് പോകണം. ഹമ്പ് എല്ലാ ട്രാക്കിലും വരുന്നുണ്ട് കേട്ടോ. നിലവിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ട്രാക്ക് ഉണ്ട്. 10 ട്രാക്കിൽ ഹമ്പിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഹമ്പ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ബ്ലോക്കില്ല. ഞാൻ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇന്നലെ നിലവിൽ ഈ ട്രാക്കിൽ കൂടിയ വണ്ടി വിട്ടിരുന്നത്, ആ ട്രാക്കിൽ കൂടി. ഇന്ന് ഈ തലക്കൊക്കെ മാറ്റിയിരുന്നു. പക്ഷേ ഇവിടെ ഹമ്പ് കുറവാണ്, 3 ഹമ്പുള്ളൂ. അതുകൊണ്ട് വലിയ ബ്ലോക്കില്ല, എന്നാലും അത്യാവശ്യം ബ്ലോക്കുണ്ട്. അപ്പോൾ ഒരു ട്രാക്കിനെ ഒരു നിലവിൽ തുറന്നിട്ടുള്ളൂ. പക്ഷേ അവിടെ നിലവിൽ 3, 6, 9 ഹമ്പുകളുണ്ട്. ഇവിടെ വെറും 3 ഹമ്പുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ വലിയ ബ്ലോക്കില്ലാതെ പോകുന്നുണ്ട്. നമ്മൾ വേറെ രസം കാണിച്ചത്, നിലവിൽ എല്ലാ പില്ലർമയും ഈ ACPൻ്റെ വർക്ക് ചെയ്തതായിരുന്നു. ഈ തല മുതൽ ആ തല വരെ കാണുന്ന എല്ലാ പില്ലർമയും വണ്ടികൾ തട്ടി എല്ലാം കംപ്ലൈൻ്റ് ആയാലും തുടങ്ങിയേക്ക് അതൊക്കെ നിലവിൽ കോൺക്രീറ്റ് ആക്കി മാറ്റുന്നു. കോൺക്രീറ്റിൻ്റെ നനയ്ക്കേണ്ട ഒരു വക. ഇപ്പോൾ കോൺക്രീറ്റ് ആകുമ്പോൾ എന്താ വിഷയമെന്ന് വെച്ചാൽ ഇവലെ മേത്ത് കേൾക്കില്ല, വണ്ടിക്കാർക്കേ കേൾക്കുള്ളൂ. ഇവിടെ കണ്ട പില്ലർ ഫിറ്റാക്കുന്ന പരിപാടിയിലാണ്. കമ്പി കെട്ടുണ്ട്. വർക്ക് നല്ല ഉഷാറായിട്ട് പുരോഗമിക്കുന്നുണ്ട്. പോളിൻ്റെ ഇതൊക്കെ ഓൾറെഡി സെറ്റാണ്. വണ്ടിക്കാർ വന്നാൽ മതി. ഓക്കെ. ഇനി പില്ലറിന് വണ്ടി തട്ടിയാൽ ഇനി അതുപോലെ പില്ലറിനൊന്നും കംപ്ലൈൻറ്റ് വരില്ല, വണ്ടിക്കൊക്കെ ഇവിടെ വരുള്ളൂ. കാരണം നല്ല സ്ട്രോങ്ങിൽ കോൺക്രീറ്റ് കൊടുക്കുന്നുണ്ട്. നിലവിൽ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന സൈഡാണ് ബ്ലോക്കുള്ള. ആ സൈഡിൽ ഹമ്പുണ്ട്. അതുകൊണ്ടാണ് ഹമ്പ് എല്ലാ ട്രാക്കിലും വരുന്നുണ്ട്. അതിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്നിടത്ത് ബ്ലോക്കില്ലാത്തതിന് കാരണം അവിടെ ഹമ്പില്ല. ഓക്കെ.